Hey, this is Session and welcome back to another video of this Python tutorial series. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഊപ്സിനകത്തെ വേറൊരു കോൺസെപ്റ്റ് ആണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങളൊരു കാർ ഓടിക്കുകയാണ്. അപ്പോൾ കാർ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട്? ആക്സിലറേറ്റർ, ബ്രേക്ക്, അതുപോലെ തന്നെ ക്ലച്ചും പിന്നെ അതിന്റെ ഗിയർ സിസ്റ്റവും സ്റ്റിയറിങ്ങും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിലേറ്ററോ ബ്രേക്കോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷനാലിറ്റീസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ പോരെ. അപ്പോൾ അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫീച്ചേഴ്സ് അവർ തരുന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റിയറിംഗ് അതുപോലെ തന്നെ ആക്സിലേറ്റർ പോലുള്ള ഫീച്ചേഴ്സ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇന്റേണൽ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇന്റേണൽ ഇംപ്ലിമെന്റേഷനോ അല്ലെങ്കിൽ ഇന്റേണൽ റെപ്രസെന്റേഷൻസ് ഒക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് അതിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം യൂസേഴ്സിന് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈത്തണിനകത്ത് നമുക്ക് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ കോഡിംഗ് എക്സാമ്പിളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോ, എ ബി സി എന്ന് പറയുന്ന ഒരു സംഭവം അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ എ ബി സി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ എ ബി സി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിനെ നമ്മൾ ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറും. ഓക്കെ, ഈ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? നോർമൽ ക്ലാസ് പോലെ തന്നെ ഇത് ബിഹേവ് ചെയ്തോളൂ. ഇതിനകത്തേക്ക് നമുക്ക് എന്താണ് അതിൻ്റെതായിട്ടുള്ള ഇൻസ്റ്റൻസ് ആട്രിബ്യൂട്ട്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തെ പ്രത്യേകതയാണ്, ഇതിനകത്ത് നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ മെത്തേഡ് പോലെ തന്നെ അതിൻ്റെ ഒരു ഡെഫ് എന്ന് പറയുന്ന കീവേഡും അതിന്റെ പേരും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ അതിനകത്ത് മറ്റ് ഡെഫിനിഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതിന് വരെ നമ്മൾ പാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പാസ് എന്ന് പറയുന്ന കീവേഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം? ചിലയിടത്ത് പൈത്തനകത്ത് ചിലയിടത്ത് എങ്ങനെ പോയാലും ഒരു സ്റ്റേറ്റ്മെന്റ് വേണം എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഇത് എംപ്റ്റി ആക്കി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു എറർ റേസ് ചെയ്യും. കണ്ടില്ലേ, ഇവിടെ ഒരു റെഡ് കളറിൽ അണ്ടർലൈൻ വന്നിട്ട് ഒരു എറർ വരുന്നുണ്ട്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാലും ആ എറർ വരും. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ അണ്ടറിൽ അതുപോലെ തന്നെ ഇഫ് ബ്ലോക്കിന്റെ അണ്ടറിലൊക്കെ എങ്ങനെയായാലും ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്താണ് പാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നത്. അപ്പൊ ഈ പാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കത്തില്ല. സ്റ്റേറ്റ്മെന്റും ആവും. പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പർപ്പസ് ആണ് പാസിനുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് മെത്തേഡ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഡെഫിനേഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇതുപോലെ പാസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? അത് നിങ്ങൾ അടുത്ത ആ ഒരു ക്ലാസ്സിലേക്ക് നോക്കുക. നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ് ചെയ്തേക്കുന്നത്? അബ്സ്ട്രാക്ട് മെത്തേഡിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് മെത്തേഡിനെ സ്റ്റുഡന്റ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സ്റ്റുഡന്റിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കിയേ, ഡിസ്പ്ലേ റോള് എന്നാണ് എഴുതിയേക്കുന്നത്. ഈ ഡിസ്പ്ലേ റോള് ശരിക്കും ഏതാണെന്നറിയോ? ഇവിടെ നമ്മൾ വെറും ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഇല്ലേ, ആ മെത്തേഡിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ചൈൽഡിലാണ് അല്ലെങ്കിൽ സബ് ക്ലാസ്സിലാണ് നമ്മൾ ആ അബ്സ്ട്രാക്ട് മെത്തേഡിന്റെ ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമ്മൾ നെയിം എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ റോൾ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ രണ്ട് ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സും ടീച്ചർ എന്ന് പറയുന്ന ക്ലാസ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ക്ലാസ്സും പേഴ്സൺ എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ടീച്ചറും പേഴ്സണെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റും പേഴ്സണെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും നെയിം സെറ്റ് ചെയ്യുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ ഡിസ്പ്ലേ റോൾ എന്ന് പറയുന്ന മെത്തേഡ് ഇല്ലേ, ഈ മെത്തേഡ് സ്റ്റുഡന്റിനകത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റുഡന്റ് ആണെന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ടീച്ചറിനകത്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് ടീച്ചർ ആണെന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതായത് ഈ രണ്ട് സബ് ക്ലാസ്സസിനകത്തും, ഈ ടീച്ചർ എന്ന് പറയുന്ന സബ് ക്ലാസ്സിനകത്തും സ്റ്റുഡന്റ് എന്ന് പറയുന്ന സബ് ക്ലാസ്സിനകത്തും ഈ ഡിസ്പ്ലേ റോള് രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ എന്ന് പറയുന്നത് സബ് ക്ലാസ്സിനകത്തായിരിക്കും കൊടുക്കുന്നത്. മെയിൻ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് ചുമ്മാ ഡിക്ലെയർ ചെയ്ത് വെക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കത്തേ ഉള്ളൂ. അപ്പൊ ഇതാണ് അബ്സ്ട്രാക്ഷനകത്ത് വരുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനുള്ളിൽ നമ്മൾ ആ ഡിസ്പ്ലേ റോളിനകത്ത് ആ നെയിം ഈസ് എ സ്റ്റുഡന്റ്, അല്ലെ ആ ഒരു നെയിം ഉള്ള ആൾ സ്റ്റുഡന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ടീച്ചറിനകത്ത് വരുമ്പോഴത്തേനും ആ നെയിമിലുള്ള ആൾ ഒരു ടീച്ചറാണ് എന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് ബോബും ടീച്ചറായിട്ട് അശ്വിനും സെറ്റ് ആവും. എന്നിട്ട് ആ ഡിസ്പ്ലേ റൂൾസിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ രണ്ടിടത്തും അത് രണ്ടായിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എസ് ഡോട്ട് ഡിസ്പ്ലേ റൂൾ ഇല്ലേ, എസ് ഡോട്ട് ഡിസ്പ്ലേ റൂൾ എന്ന് പറയുന്നത് സ്റ്റുഡന്റിനകത്ത് ഡിസ്പ്ലേ റൂൾ ആയിരിക്കും വർക്ക് ആവുന്നത്, അതായത് ഇതായിരിക്കും വർക്ക് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടി ഡോട്ട് ഡിസ്പ്ലേ റൂൾ, ഈ ടീച്ചറിന്റെ ഒബ്ജക്റ്റ് ഇല്ലേ, ആ ടി ഡോട്ട് ഡിസ്പ്ലേ റൂൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ റൂൾ ആയിരിക്കും വർക്ക് ആവുന്നത്. അപ്പൊ ഈ രീതിയിൽ ഡിഫറെന്റ് ആയിട്ട് ആ ഒരു സെയിം ഫംഗ്ഷൻ ബിഹേവ് ചെയ്തു. ഏത് സബ് ക്ലാസ്സിലാണോ അതിരിക്കുന്നത് അതിനനുസരിച്ച് അത് ബിഹേവ് ചെയ്തു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സ്ട്രാക്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ലേണിംഗ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. Until then, bye.